നമ്മുടെ രാജ്യത്തിന്റെ സമ്പത്ത് വളർന്നു വരുന്ന തലമുറയാണ്. ഇവരിലൂടെയാണ് നമ്മുടെ രാജ്യം പുരോഗതി കൈവരിക്കേണ്ടത്. വിദ്യാധനം സർവധനാൽ പ്രധാനം എന്ന വിശ്വാസത്തിൽ ഊന്നിക്കൊണ്ട് സർക്കാരിന്റെ പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം അതിന്റെ ലക്ഷ്യത്തിലേക്ക് മുന്നേറുകയാണ്. പൊതുവിദ്യാലയങ്ങൾ മികവിന്റെ കേന്ദ്രങ്ങളായി ലോകോത്തര നിലവാരത്തിലേക്ക്. 4 വർഷ കാലയളവിൽ ലക്ഷക്കണക്കിന് കുട്ടികൾ അധികമായി പൊതുവിദ്യാലയങ്ങളിലേക്ക് എത്തിച്ചേർന്നു. ആധുനിക രീതിയിലുള്ള സ്കൂൾ കെട്ടിടങ്ങളുടെ വിഭാവനം, 1000ഓളം വിദ്യാലയങ്ങളുടെ ഭൗതിക സൗകര്യ പ്രവർത്തനങ്ങൾ നടക്കുന്നു. 100 ദിന കർമ്മ പദ്ധതികളുടെ ഭാഗമായി വിജയകരമായി ഉദ്ഘാടനം നടക്കുന്ന സ്കൂൾ കെട്ടിടങ്ങൾ. 8 മുതൽ 12 വരെയുള്ള ക്ലാസുകൾ സാങ്കേതിക വിദ്യാ സൗഹൃദമാക്കി മാറ്റി. എല്ലാ പ്രൈമറി സ്കൂളുകളിലും കമ്പ്യൂട്ടർ ലാബുകൾ, 1 മുതൽ 12 വരെയുള്ള ക്ലാസുകൾക്കായി ലാപ്ടോപ്പുകൾ, പ്രൊജക്ടറുകൾ, ടെലിവിഷനുകൾ, മൾട്ടി ഫംഗ്ഷണൽ പ്രിന്ററുകൾ, വെബ് ക്യാമുകൾ, DSLR ക്യാമറകൾ തുടങ്ങിയവ വിന്യസിപ്പിച്ചു. കേരളം വിജ്ഞാന സമൂഹമായി മാറുകയാണ്. ജനകീയ വിദ്യാഭ്യാസം ബദൽ ലക്ഷ്യമിട്ടുകൊണ്ട് ഏത് സാമ്പത്തിക പശ്ചാത്തലത്തിൽ നിന്നും വരുന്ന കുട്ടികൾക്കും ഡിജിറ്റൽ പര്യാപ്തതയ്ക്ക് തുല്യ പങ്കാളിത്തമൊരുക്കുകയും അതുവഴി എല്ലാ വിദ്യാർത്ഥികൾക്കും നിർഭയമായി ആധുനിക സാങ്കേതിക വിദ്യാ ഉപകരണങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനുള്ള അതുല്യ അവസരമൊരുക്കുകയും ചെയ്ത ഭാരതത്തിലെ ആദ്യ സംസ്ഥാനമായി കേരളം മാറി. കോവിഡ് മഹാമാരി കാലത്തും ഡിജിറ്റൽ ക്ലാസ് റൂമുകളിലൂടെ അകലങ്ങളിലിരുന്ന് കുട്ടികൾക്ക് സാമീപ്യം അനുഭവവേദ്യമാക്കാനും കുട്ടികളെ സജീവമാക്കാനും അധ്യാപകർക്ക് കഴിഞ്ഞു. ഈ സമയത്തും ഭക്ഷണമില്ലാതെ വിദ്യാർത്ഥികൾ കഷ്ടപ്പെടാതിരിക്കാനായി ഭക്ഷ്യധാന്യങ്ങൾ, ചെറുപയർ, ഭക്ഷ്യ എണ്ണ എന്നിവ അടങ്ങിയ ഭക്ഷ്യക്കിറ്റുകൾ സർക്കാർ വീടുകളിലെത്തിച്ചു. അങ്ങനെ വിദ്യാഭ്യാസ മേഖലയെ പുരോഗതിയുടെ പാതയിലേക്ക് നയിക്കുക എന്ന ലക്ഷ്യത്തിന്റെ ഭാഗമായി 2018 മുതൽ 2020 വരെയുള്ള 2 വർഷങ്ങളിലും ദേശീയ തലത്തിൽ ഒന്നാമതാവാൻ കേരളത്തിന് കഴിഞ്ഞു. നീതി ആയോഗിന്റെ സ്കൂൾ വിദ്യാഭ്യാസ ഗുണതാ സൂചകത്തിലും കേരളം 1ാം സ്ഥാനത്താണ്. കോവിഡ് കാല പിരിമുറുക്കത്തിൽ നിന്നും മോചിപ്പിക്കുന്നതിനായി കുട്ടികൾക്കായി ഒരുക്കിയ അക്ഷരവൃക്ഷം സർഗാത്മക പദ്ധതി ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിനും അർഹമായി. എന്റെ കേരളം, എന്റെ അഭിമാനം. ഇനിയും മുന്നോട്ട്.